Back to the channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 140/2016 ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്കാണ് അന്ന് PSC വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ക്വസ്റ്റ്യനിൽ നമ്മുടെ പോളിടെക്നിക് ലെക്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ CPU get the address of the next instruction to be executed from. Option A instruction register, option B memory address register, option C program counter, option D accumulator. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ ആണ്. പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും എപ്പോഴും അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് കണ്ടെയ്ൻ ചെയ്യാം. ഇനി ഓപ്ഷൻ എയിൽ ഉള്ളത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എന്താ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഹോൾഡ് ദ ഇൻസ്ട്രക്ഷൻ കറൻ്റ്ലി ബീങ് എക്സിക്യൂട്ടഡ് ഓർ ഡീകോഡഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഓപ്ഷൻ ബിയിലുള്ളത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. മെമ്മറി അഡ്രസ് രജിസ്റ്ററിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഹോൾഡ് ദി മെമ്മറി ലൊക്കേഷൻ ഓഫ് ഡേറ്റ ദാറ്റ് നീഡ്സ് ടു ബി ആക്സസ്ഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഓപ്ഷൻ ഡിയിൽ തന്നിട്ടുള്ളത് അക്യൂമുലേറ്റർ ആണ്. നമുക്കറിയാം അക്യൂമുലേറ്ററിൻ്റെ കണ്ടന്റ് എപ്പോഴും നമ്മുടെ അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടോ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടോ സ്റ്റോർ ചെയ്യാനായിട്ടായിരിക്കും അക്യൂമുലേറ്റർ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസും കറക്റ്റ് ആൻസേഴ്സും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഇംപ്ലിമെൻ്റ് എ 2 ഇൻപുട്ട് എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷൻ ദ മിനിമം നമ്പർ ഓഫ് NAND ഗേറ്റ്സ് റിക്വയർഡ് ഈസ് ബ്രാക്കറ്റിൽ യൂസ് NAND ഗേറ്റ്സ് ഓൺലി. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഇത് ഡബിൾ കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിരുന്നു, പക്ഷേ അവിടെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടത്തില്ലായിരുന്നു. സോ ഇവിടെ ഡബിൾ കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ട് ഇവിടെ പറയാം. ഫസ്റ്റ് NAND ഗേറ്റ്സിൽ ഇവിടെ 2 ഇൻപുട്ട് ആണല്ലോ. അപ്പോൾ 2 ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് എയും ബിയും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് NAND ആയതുകൊണ്ട് തന്നെ A × B ദ ഹോൾ കോംപ്ലിമെൻറ്റ് കിട്ടും. ഇനി സെക്കൻഡ് NAND ഗേറ്റിൽ ഫസ്റ്റ് NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും എയും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ AB ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇൻറ്റു A കൊടുക്കുന്നു. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? AB പ്ലസ് A ബാർ ആയിരിക്കും, അല്ലെങ്കിൽ A കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, AB പ്ലസ് A കോംപ്ലിമെൻറ്റ്. ഇനി തേർഡ് NAND ഗേറ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഫസ്റ്റ് NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും ബിയും കൂടിയാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ AB ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇൻറ്റു B ആയിരിക്കും ഇൻപുട്ട് കൊടുക്കുക. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് AB പ്ലസ് B കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഫോർത്ത് NAND ഗേറ്റിൽ നമ്മുടെ തേർഡിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡിൻ്റെ ഔട്ട്പുട്ടും കൂടിയാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുക. സോ നമ്മുടെ ഫോർത്ത് NANDിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് AB പ്ലസ് A ബാർ ഇൻറ്റു AB പ്ലസ് B ബാർ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ NAND ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ ആൻഡ് ചെയ്തിട്ട് നോട്ട് ചെയ്യുക. അപ്പം A × B ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്നുള്ള നമ്മുടെ ഡി മോർഗൻസ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം A × B ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെൻറ്റ് പ്ലസ് B കോംപ്ലിമെൻ്റ് ആണെന്ന് അറിയാം. സോ ആ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഔട്ട്പുട്ട് എന്താണ്? A ബാർ A കോംപ്ലിമെൻറ്റ് B പ്ലസ് A B കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. എനിക്ക് ബാറും കോംപ്ലിമെൻറ്റും ഞാൻ മാറി പറയുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോണ്ട കാര്യമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഓറിൻ്റെ തന്നെയാണ്. AX ഓർ B മീൻസ് A ബാർ B പ്ലസ് A B ബാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മിനിമം എത്ര NAND ഗേറ്റ്സ് വേണം എന്നാണ് നമ്മളിവിടെ 4 NAND ഗേറ്റ് ആണ് യൂസ് ചെയ്തിട്ട് നമ്മുടെ XOR ഫംഗ്ഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ മിനിമം നമ്പർ ഓഫ് NAND ഗേറ്റ്സ് എന്ന് പറയുന്നത് ആൻസർ എത്രയായിരിക്കും? 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ നമ്പർ A72E ബേസ് 16 ഈസ് ഇക്വാലന്റ് ടു. ഓപ്ഷൻ എ നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ, 1 2 3 4 5 6 ബേസ് 8 ആൻഡ് 2 2 1 3 0 2 3 2 ബേസ് 4. ഓപ്ഷൻ ബിയും ഒരു ബേസ് 8ലും ബേസ് 4ലും തന്നിട്ടുള്ളതാണ്. ഓപ്ഷൻ സിയും സെയിം ബേസിൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡിയും സെയിം ബേസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. നമുക്ക് ഒരു ഹെക്സാഡെസിമൽ ആയിട്ടുള്ള ഒരു നമ്പറാണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് കൺവേർഷൻ നടത്തണം. കൺവേർഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് ഒക്ടലിലും ബേസ് 4ലും ആയിരിക്കണം. ബേസ് 8ലും ബേസ് 4ലും വേണ്ട ആൻസേഴ്സ് ആണ് നമുക്ക് വേണ്ടത്.
ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ആയിട്ട് നമ്മുടെ ഡിജിറ്റലിലെ ക്വസ്റ്റ്യൻ ആണ്, നമ്പർ കൺവേർഷൻ ആണ്. ഇതിനകത്ത് സാധാരണ രീതിയിൽ എല്ലാവരും ഒക്ടലിൽ നിന്ന് ഒക്ടൽ കൺവേർഷൻ സാധാരണ എല്ലാവർക്കും അറിയായിരിക്കും. ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ സാധാരണ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ബേസ് 4 കൺവേർഷൻ അങ്ങനെ ആരും നോക്കി വെക്കാറില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഈസി മെത്തേഡിൽ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ബേസ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈനറി ആണല്ലോ, ബൈനറി അല്ലേ നമ്മൾ ബേസ് 2 ആയിട്ട് എഴുതാം. അപ്പോൾ ബേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു log 2. log 2 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈനറി റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഓരോ ബിറ്റാണ് അവിടെ കൺസിഡർ ചെയ്യുന്നതെന്നാണ് അല്ലേ. 2⁻0, 2⁻1 അങ്ങനെയല്ലേ നമ്മൾ പോവാം. ഓക്കെ, ഇനി ബേസ് 4 എന്ന് പറഞ്ഞാൽ എന്താ, log 4 ആണ്. log 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 കിട്ടും. അതായത് നമ്മുടെ ബൈനറി റെപ്രസെൻറ്റേഷനിൽ ഓരോ 2 ബിറ്റും ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി ബേസ് 8 എന്ന് പറഞ്ഞാൽ log 8 ആണ്. സോ 3 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ബൈനറിയിൽ ഓരോ 3 ബിറ്റും ആയിരിക്കും നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ബേസ് 16 എന്ന് പറയുമ്പോൾ log 16 ആണ്. സോ log 16ൻ്റെ ആൻസർ 4 ആണ് കിട്ടുന്നത്. സോ each unit of 4 bit in the binary representation is considered. ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ ഹെക്സാഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒക്ടൽ കൺവേർഷൻ ആദ്യം നോക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഹെക്സാഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ഡിജിറ്റിലുള്ള ബൈനറി എഴുതുക. അപ്പം എയുടെ ബൈനറി എഴുതി, 7ൻ്റെ ബൈനറി എഴുതി, 2ൻ്റെ ബൈനറി എഴുതി, ഇയുടെ ബൈനറി എഴുതി. അപ്പോൾ ഇതിപ്പോൾ ബൈനറി ഫോമാറ്റിലായി. ഇനി ഇത് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം, ഒക്ടലിലാക്കണം. ഒക്ടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, log 8 എടുക്കുന്നു. log 8 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ്. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 3 ബിറ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. ബൈനറിയിൽ 3 ബിറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് 3 ബിറ്റുകൾ ഗ്രൂപ്പ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ത് കിട്ടും, ഇവിടെ 3 വെച്ച് ഗ്രൂപ്പ് ചെയ്തു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം 1 2 3 4 5 6 ബേസ് 8 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു ഹെക്സാഡെസിമലിനെ ബേസ് 4 ആക്കി മാറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ബേസ് 4 ആക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഈ A72E എന്നുള്ള ഹെക്സാഡെസിമലിന് ഞാൻ ബൈനറി റെപ്രസെൻറ്റേഷൻ കൊടുത്തു. 4 ഡിജിറ്റിൽ ബൈനറി ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ 4 നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. 4 എന്ന് പറയുമ്പം log 4 എടുക്കുന്നു. log 4 എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ നിന്ന് 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. ഇവിടെ 1 0 ഗ്രൂപ്പ് ചെയ്തു, 1 1 ഗ്രൂപ്പ് ചെയ്തു, എഗെയിൻ 1 0 0 0 ഇങ്ങനെ 2 വെച്ചിട്ട് ഞാൻ ബൈനറിയെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ എഴുതിയാൽ മതി. 1 0യുടെ ഡെസിമൽ 2, 1 1ൻ്റെ ഡെസിമൽ 3, അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് കിട്ടും, 22130 ബേസ് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും ഓർമ്മിച്ചിരിക്കുക. നമ്മുടെ എത്ര വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ലോഗ് കണ്ടുപിടിക്കുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മറന്നു പോകാതിരുന്നാൽ മതി. ഇനി നമുക്ക് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് DMA ട്രാൻസ്ഫർ മോഡ്സ് ആൻഡ് ഇൻറപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് will enable the highest input output bandwidth. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് DMA ആൻഡ് പോളിംഗ് ഇൻട്രപ്റ്റ്. ഓപ്ഷൻ ബി സൈക്കിൾ സ്റ്റീലിംഗ് ആൻഡ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്. ഓപ്ഷൻ സി ബ്ലോക്ക് ട്രാൻസ്ഫർ ആൻഡ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്. ഓപ്ഷൻ ഡി ബ്ലോക്ക് ട്രാൻസ്ഫർ ആൻഡ് പോളിംഗ് ഇൻട്രപ്റ്റ്. ഇത്രയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ DMA ട്രാൻസ്ഫർ മോഡ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിയേ, ട്രാൻസ്പെറൻറ്റ് DMA ആൻഡ് പോളിംഗ് ഇൻട്രപ്റ്റ് ആണ്. ഈ ട്രാൻസ്പെറൻറ്റ് DMAയെ കുറിച്ചിട്ട് പറയാനായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ തന്നിട്ടുള്ളത് ഹയസ്റ്റ് IO ബാൻഡ്വിഡ്ത്ത് എപ്പോഴും ഇനേബിൾ ആവുമെന്നാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു എന്ന് കരുതുക, CPUവിന് എപ്പോഴാണ് ഹയസ്റ്റ് ബാൻഡ്വിഡ്ത്ത് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, ഇൻ ട്രാൻസ്പെറൻറ്റ് DMA ആൻഡ് പോളിംഗ്. ഓക്കെ, CPU ഗെറ്റ്സ് ദി ഹയസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ഇൻ ട്രാൻസ്പെറൻറ്റ് DMA ആൻഡ് പോളിംഗ്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എപ്പോഴാണ് IO ബാൻഡ്വിഡ്ത്ത് ഹൈ ആവുന്നതെന്നാണ്. അപ്പോൾ IO ബാൻഡ്വിഡ്ത്ത് ഹൈ ആവുന്നത് ഒരിക്കലും ട്രാൻസ്പെറൻറ്റ് DMA ആൻഡ് പോളിംഗ് ഇൻട്രപ്റ്റിലായിരിക്കില്ല. സോ ഓപ്ഷൻ എ അപ്പോൾ റോങ് ആണ്.
ഓക്കെ, ഒന്നുകൂടെ പറയാം. സി പി യു ബാൻഡ് വിഡ്ത്ത് ആണ് ഹൈ ആവുന്നതെന്ന് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്താണ്? ട്രാൻസ്പെറൻറ്റ് DMA ആൻഡ് പോളിംഗ് ഇൻട്രപ്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ നമുക്കിവിടെ IO ബാൻഡ് വിഡ്ത്ത് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ റോങ് ആണ്. ഇനി അടുത്ത ഓപ്ഷൻ ബി സൈക്കിൾ സ്റ്റീലിംഗ് ആൻഡ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ആണ്. ഈ സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ കേസ് ഓഫ് സൈക്കിൾ സ്റ്റീലിംഗ്, in each cycle time device send data, then wait again after few CPU cycle it sends to memory. അപ്പോൾ എന്തായാലും ഇവിടെ ആദ്യം ഡേറ്റ സെൻഡ് ചെയ്യുന്നു, പിന്നെ മെമ്മറിയിലോട്ട് ഡേറ്റ സെൻഡ് ചെയ്യുന്നു എന്നാണ്. അപ്പോഴും നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. സോ ഓപ്ഷൻ ബിയും അപ്പോൾ റോങ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സൈക്കിൾ സ്റ്റീലിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, സൈക്കിൾ സ്റ്റീലിങ്ങും അല്ല. ഓക്കെ, കാര്യം കുറച്ച് സൈക്കിൾസ് എടുത്തിട്ടാണ് അവർ ഡേറ്റയും മെമ്മറിയൊക്കെ സെൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത കേസ് നമുക്ക് പോളിങ്ങിനെ കുറിച്ചിട്ട് നോക്കാം. ഇവിടെ ഓപ്ഷൻ ഡിയിൽ പോളിംഗ് ഇൻട്രപ്റ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പോളിങ്ങിൻ്റെ കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിങ്ങിൻ്റെ ഇനിഷ്യേറ്റീവ് എപ്പോഴും എടുക്കുന്നത് നമ്മുടെ CPU ആയിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പോളിംഗ് CPU ടേക്ക് ദ ഇനിഷ്യേറ്റീവ്. സോ IO ബാൻഡ് വിഡ്ത്ത് കനോട്ട് ബി ഹൈ. ഓക്കെ, അപ്പോൾ പോളിങ്ങും എന്തായിട്ടും ഓപ്ഷനായിട്ട് വരാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്ലോക്ക് ട്രാൻസ്ഫർ ആൻഡ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ആണ്. ഇനി ബ്ലോക്ക് ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ബ്ലോക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ in each single block device send the data, so bandwidth must be high. Okay, ബ്ലോക്ക് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരു സിംഗിൾ ബ്ലോക്ക് ആയിരിക്കും നമ്മുടെ ഡിവൈസ് സെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ IO ബാൻഡ്വിഡ്ത്ത് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബ്ലോക്ക് ട്രാൻസ്ഫർ ആൻഡ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ DMA ട്രാൻസ്ഫർ മോഡ്സ് ഏകദേശം ഒന്ന് നോക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ മനസ്സിലായല്ലോ ഏതൊക്കെയാണ് DMA ട്രാൻസ്ഫർ മോഡ്സ് എന്ന്. അതിൻ്റെ ഓരോരോ സിറ്റുവേഷൻസിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞില്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് അബൌട്ട് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്? ഓപ്ഷൻ എ, it enabled reduced instruction size. It allows indexing of array element with same instruction. Option C, it enabled easy relocation of data. Option D, it enabled faster address calculation than absolute addressing. ഓക്കെ, ഇവിടെ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏത്? അപ്പോൾ ഓപ്ഷൻ ഡി വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ലാസ്റ്റ് ഓപ്ഷൻ ഫോൾസ് അല്ലേ. ഇറ്റ് എനേബിൾ ഫാസ്റ്റർ അഡ്രസ് കാൽക്കുലേഷൻ ദാൻ അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഒരിക്കലും അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് കിട്ടിയാലേ റിലേറ്റീവ് അഡ്രസ്സ് കിട്ടാൻ പറ്റത്തുള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഫോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ പ്രോസറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ട്രാപ്പ് ഇൻട്രപ്റ്റ് മെക്കാനിസം ഓഫ് ദി 8085 മൈക്രോ പ്രോസസർ. ഓപ്ഷൻ എ, എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ സപ്ലൈഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഡിവൈസ് ത്രൂ INTA സിഗ്നൽ. ഓപ്ഷൻ ബി, എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ലൊക്കേഷൻ 20H. ഓപ്ഷൻ സി, എക്സിക്യൂട്ട് NOP. നൺ ഓഫ് ദി എബോ. ഓക്കെ, അപ്പോൾ ട്രാപ്പിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ട്രാപ്പിനെ കുറിച്ച് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ സപ്ലൈഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഡിവൈസ് ത്രൂ INTA സിഗ്നലാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഈ 20H എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ലൊക്കേഷൻ 20H എന്നുള്ള ഓപ്ഷൻ വരുന്നത് എന്തായാലും കറക്റ്റ് ആവില്ല. കാര്യം ട്രാപ്പ് അല്ല 20H എന്നുള്ള മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. RST4 ആണ് നമ്മുടെ ഈ 20 ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 20H എന്നുള്ള മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത് RST4 ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ സപ്ലൈഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഡിവൈസ് ത്രൂ INTA സിഗ്നൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അഡ്രസ് ബസ് ഓഫ് 8086 CPU ഈസ് 10 ബിറ്റ്, 20 ബിറ്റ്, 24 ബിറ്റ്, 36 ബിറ്റ്. ആൻസർ 20 ബിറ്റ് ആണ്. ഓൾറെഡി 8086ൻ്റെ കാര്യം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8086ലെ സെഗ്മെൻറ്റഡ് മെമ്മറി ആണെന്നും 4 സെഗ്മെൻ്റ് ഉണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ മെമ്മറി അഡ്രസ്സ് ചെയ്യാനായിട്ട് 20 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. 2⁻20 ആണ്. അപ്പോൾ നമുക്ക് 1 MB ഓഫ് ഫിസിക്കൽ മെമ്മറിയാണ് അവൈലബിൾ ആകുന്ന കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം പ്രീവിയസ് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8086നെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ 8086ൻ്റെ അഡ്രസ് ബസ് എന്ന് പറയുന്നത് 20 ബിറ്റാണ്. കാര്യം 2⁻20 എടുക്കുമ്പോൾ എന്നാലേ നമുക്ക് 1 MB കിട്ടത്തുള്ളൂ. 1 MB ഫിസിക്കൽ മെമ്മറിയാണ് 8086നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ രജിസ്റ്റർ യൂസ്ഡ് ആസ് എ വർക്കിംഗ് ഏരിയ ഇൻ CPU ഈസ്. ഓപ്ഷൻ എ, പ്രോഗ്രാം കൗണ്ടർ. ഓപ്ഷൻ ബി, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓപ്ഷൻ സി, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. ഓപ്ഷൻ ഡി, അക്യൂമുലേറ്റർ. എപ്പോഴും വർക്കിംഗ് ഏരിയ ഏതാണെന്നാണ്. CPU ൻ്റെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്
എന്തായിരിക്കും? അക്യൂമുലേറ്റർ ആയിരിക്കും. ഓക്കെ, മറന്നുപോയേ ചെയ്ത് CPU വർക്കിംഗ് ഏരിയ അക്യൂമുലേറ്റർ ആണ്. ബാക്കി ഓപ്ഷൻസ് ഇപ്പോൾ എല്ലാം നമ്മൾക്ക് അറിയാവുന്നതാണ്. പ്രോഗ്രാം കൗണ്ടറിനകത്തുള്ളത് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ആണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. കറന്റ് ബീങ് ഡീകോഡഡ് ഓർ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അക്യൂമുലേറ്റർ ആണ് വർക്കിംഗ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുക. അടുത്തത് ഒരു അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ്, ഓപ്ഷൻ എ ഓപ്പറാൻഡ് ഈസ് ഇൻസൈഡ് ദ ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ ബി അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ഇൻസൈഡ് ദ ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ സി രജിസ്റ്റർ കണ്ടെയ്നിങ് ദ അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് സ്പെസിഫൈഡ് ഇൻസൈഡ് ദ ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ ഡി ലൊക്കേഷൻ ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ഇംപ്ലിസിറ്റ്. അപ്പോൾ അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇപ്പം LDA 4050H എന്ന് എഴുതുന്നു. അപ്പോൾ എന്താ പ്രത്യേകത? LDA എന്ന് പറയുന്ന അവിടുത്തെ ഓപ്പ് കോഡാണ്. 4050H എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓപ്പറാൻഡാണ്. അപ്പോൾ എപ്പോഴും അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡിനകത്ത് പ്രത്യേകത ഇത് മാത്രമേ ഉള്ളൂ, ലൊക്കേഷൻ ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇത് ജസ്റ്റ് ഞാനിവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. LDA 4050H എന്ന്. ഇത് ഓപ്പ് കോഡാണ്, ഇത് ഓപ്പറാൻഡ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ആയിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാം. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ സിയിൽ പറയുന്ന രജിസ്റ്റർ കണ്ടെയ്നിങ് ദ അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ എന്നാണ്. രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷനിൽ കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്നാണ് പറയുക. സിമിലർലി ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും അത് വേറെ ടൈപ്പ് അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എപ്പോഴും അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡിൽ നമ്മുടെ ലൊക്കേഷൻ ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ഇംപ്ലിസിറ്റ് ആയിരിക്കും. അടുത്തത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻ ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ എ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് COCOMO is used to estimate. COCOMO means a constructive cost model is used to estimate. Option A effort and duration based on size of the software. Size and duration based on the effort of the software. Option C effort and cost based on the duration of the software. Option D size, effort and duration based on the cost of the software. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എഫേർട്ട് ആൻഡ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ. അതാണ് കറക്റ്റ് ആൻസർ. കൊക്കോമോ മോഡലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് കൊക്കോമോ മോഡൽ പഠിക്കും. അതിനകത്ത് എഫേർട്ട്, ഡ്യൂറേഷൻ, സൈസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കും. പക്ഷേ ഓരോന്നും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കാറില്ല. സോ ഇത് നമുക്ക് പഠിച്ചു വെക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർമ്മിച്ചിരിക്കുക, ഇവിടെ എഫേർട്ട് ആൻഡ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ ആണ് കൊക്കോമോ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറേഷനെ ബേസ് ചെയ്തിട്ടാണ് എഫേർട്ടും കോസ്റ്റും നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അത് മറന്നുപോയേ ചെയ്യരുത്. കൊക്കോമോ മോഡലിൽ എപ്പോഴും എസ്റ്റിമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ഇനി ആരും മറന്നു പോകരുത്. ഓക്കെ, എഫേർട്ട് ആൻഡ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ. ഓക്കെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഫർദർ ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന് മുന്നേ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പ്രീവിയസ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് സി പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. നമ്മുടെ സിലബസിൽ സി പ്രോഗ്രാമിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രീവിയസ് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ആ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരമാണ്, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലും കൂടി ഷെയർ ചെയ്യുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Thank you.